നമ്മളിന്നിപ്പം മൊഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു മൊഡ്യൂൾ 3 നിർബന്ധമായിട്ടും നമുക്ക് ക്വസ്റ്റ്യൻസ് ഇടണം എക്സാമിന്. അപ്പം അതിൻ്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സാമിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പിക്സ് നമുക്കൊന്ന് കവർ ചെയ്യാം. മൊഡ്യൂൾ 3 ഇൻക്ലൂഡ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റംസ്. ഓക്കെ, സോ വാട്ട് ഈസ് എ ഫയൽ സിസ്റ്റം? ഫയൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫയൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസിനെയും മാനേജ് ചെയ്യുന്ന ഒരു സിസ്റ്റം. ഫയൽ റിലേറ്റഡ് ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ ഫയൽ സ്റ്റോറിങ്, ഫയൽ റീഡിങ്, ഫയൽ റൈറ്റിംഗ്, ഫയൽ ഷെയറിംഗ്, പ്രൊട്ടക്ഷൻ ഓഫ് ഫയൽ. File is nothing but it's a resource where we are trying to do all these things: storing, retrieval, naming, sharing and protection of files. അതെല്ലാം കൂടി അടങ്ങുന്ന ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫയൽസ് ആർ അറേഞ്ച്ഡ് ഇൻ ഡിഫറെൻറ്റ് സിസ്റ്റംസ്, റൈറ്റ്? ആൻഡ് വി ആർ ഗോയിങ് ടു ഫോളോ എ ക്ലയൻറ്റ് സെർവർ ആർക്കിടെക്ചർ വൈൽ വി ആക്സസ് എ ഫയൽ. റിമോട്ട് ആക്സസ് ആണ് ഫയലുകളിലേക്ക് പോകുന്നത്. വി ആർ നോട്ട് ട്രൈങ് ടു ആക്സസ് ഫയൽസ് വിത്തിൻ വൺ സിസ്റ്റം. എ ക്ലയൻറ്റ് മേ ബി റിക്വസ്റ്റിംഗ് ഫോർ എ ഫയൽ വിച്ച് ഇസ് ഇൻ ദ സെർവർ മെഷീൻ. സോ കമ്മ്യൂണിക്കേഷൻ ഇസ് എ റിമോട്ട് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം ഓർ DFS is a method of storing and accessing files based on a client server architecture. ഓക്കെ, നൗ ഒരു ഫയൽ എന്ന് പറയുമ്പം അതിനകത്ത് ഡാറ്റയും ഉണ്ട്, ആട്രിബ്യൂട്ട്സും ഉണ്ട്. സോ വിൽ സീ വാട്ട് ഇസ് എ ഡാറ്റ ആൻഡ് വാട്ട് ഇസ് എൻ ആട്രിബ്യൂട്ട് ഓഫ് എ ഫയൽ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരു ഫയലിൻ്റെ അകത്തുള്ള കണ്ടൻസിനെയാണ് നമ്മൾ അതിൻ്റെ ഡാറ്റ എന്ന് പറയാം. ഡാറ്റ കൺസിസ്റ്റ് ഓഫ് എ സീക്വൻസ് ഓഫ് ഡാറ്റ ഐറ്റംസ് ആക്സസിബിൾ ബൈ ദ ഓപ്പറേഷൻസ് ടു റീഡ് ആൻഡ് റൈറ്റ്. നമുക്ക് ആ കണ്ടൻസിൽ ഫയലിലേക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റും, ഫയൽ മോഡിഫൈ ചെയ്യാൻ പറ്റും, ഫയലിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്തെടുക്കാൻ പറ്റും. അതൊക്കെയാണ് ഫയലിലെ കണ്ടൻസിൻ്റെ മുകളിൽ. അപ്പോൾ ദാറ്റ് ഈസ് ദീസ് തിങ്സ് ആർ കോൾഡ് ഫയൽ ഡാറ്റ ഐറ്റംസ്. ഇനി ഫയലിൻ്റെ ഫീച്ചേഴ്സ്, ഓരോ ഫയലിനെയും പറ്റിയുള്ള ഇൻഫർമേഷൻ ഉണ്ടാവുക ആ ഫയലിൻ്റെ ഫീച്ചേഴ്സിലാണ്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിലാണ്. അതിനാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുക. ഫയലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് ഒരു ഫയലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് ഉണ്ടാവുക? ഈ നിങ്ങൾക്ക് റൈറ്റ് സൈഡിലൊരു ഡയഗ്രാം കാണാം. ഫയലിൻ്റെ ലെങ്ത്ത്, ഫയൽ എപ്പോൾ ക്രിയേറ്റ് ചെയ്തു എന്നുള്ള ഒരു ടൈം സ്റ്റാമ്പ്, ദിസ് ഫയൽ വാസ് ക്രിയേറ്റഡ്, അതിൻ്റെ ആ ഒരു ടൈം സ്റ്റാമ്പ്, അത് ഫയലിൻ്റെ ഒരു ഫീച്ചറാണ്. ഫയലിൽ എപ്പോൾ ലാസ്റ്റ് ഒരു അപ്ഡേഷൻ നടന്നു അതിൻ്റെ ടൈം സ്റ്റാമ്പ്, അതായത് റൈറ്റ് അപ്ഡേറ്റ്, റീഡ് അപ്ഡേറ്റ് ടൈം സ്റ്റാമ്പ്, അതേപോലെ ആട്രിബ്യൂട്ട് ടൈം സ്റ്റാമ്പ്, പിന്നെ എത്ര പ്രാവശ്യം ഫയൽ ഓപ്പൺ ചെയ്തു, ദ റെഫറൻസ് കൗണ്ട്, ഫയൽ ഇസ് യൂസ്ഡ് ഫോർ മാനിപ്പുലേഷൻ, പിന്നെ ഫയലിൻ്റെ ഓണർ, ഫയലിൻ്റെ ടൈപ്പ്, പിന്നെ ആക്സസ് കൺട്രോൾ ലിസ്റ്റ്, ഹൂഎവർ ഇസ് അലൗഡ് ആക്സസ് ഓൺ ദിസ് ഫയൽ. അപ്പോൾ ആ ഇൻഫർമേഷൻസ് ഒക്കെയാണ് ഒരു ഫയലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫയലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഡാറ്റ ഐറ്റം എന്ന് പറയുന്നത് ഒരു ഫയലാവുമ്പോൾ അതിനൊരു ഡാറ്റയും ആട്രിബ്യൂട്ടും ഉണ്ടാവും. ആട്രിബ്യൂട്ട്സ് ആർ നത്തിങ് ബട്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫയൽ ആൻഡ് ഡാറ്റ ഇസ് ദ കണ്ടൻസ് ഓഫ് എ ഫയൽ. നൗ 6 ഫയൽ സിസ്റ്റം മോഡ്യൂൾസ് ആണ് ഏതൊരു ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം എടുത്താലും പഠിക്കാനുള്ളത്. ഡയറക്ടറി മൊഡ്യൂൾ ഇസ് എ ഫസ്റ്റ് വൺ. ഡയറക്ടറി മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബുക്കിൻ്റെ ഒരു ഇൻഡെക്സ് നോക്കുന്ന പോലെയാണ്. അതിൽ കീവേഡ് വെച്ചിട്ടൊരു പേജ് നമ്പർ ഉണ്ടാവും, ആ കറക്റ്റ് പേജ് നമ്പറിലേക്ക് മാപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു ഫയലിൻ്റെ നെയിമും അതിനൊരു പെർട്ടിക്കുലർ യുണീക്ക് ID ഉണ്ടാവും. ക്രിയേഷൻ ടൈമിൽ ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ മാപ്പ് ചെയ്യാനുള്ളതാണ് ഡയറക്ടറി മൊഡ്യൂൾ. ഇറ്റ് റിലേറ്റ്സ് ഫയൽ നെയിംസ് ടു ഫയൽ IDs. ഫയൽ മൊഡ്യൂൾ എന്ന് പറയുന്നത് ഒരു ഫയലിൻ്റെ ഉള്ളിൽ തന്നെയുള്ള കണ്ടൻറ്റുകൾ, ഡിഫറെൻറ്റ് കണ്ടൻസുകളെ മാപ്പ് ചെയ്യാൻ. ഫയലിൻ്റെ റിലേറ്റ്സ് ഓഫ് ഫയൽ IDs ടു പെർട്ടിക്കുലർ കണ്ടൻസ് ഇൻസൈഡ് ദ ഫയൽ. അതിനാണ് നമ്മൾ ഫയൽ മൊഡ്യൂൾ എന്ന് പറയാം. ആക്സസ് കൺട്രോൾ മൊഡ്യൂൾ ആക്ച്വലി ചെക്സ് ദ പെർമിഷൻ ഫോർ ദ ഓപ്പറേഷൻ റിക്വസ്റ്റഡ്. ഇഫ് യു റിക്വസ്റ്റ്, എ ക്ലയൻറ്റ് റിക്വസ്റ്റ് ഫോർ എൻ ഓപ്പറേഷൻ, സപ്പോസ് റിക്വസ്റ്റ് ഫോർ എ റൈറ്റ് ഇസ് ഡൺ, വെദർ ദാറ്റ് പെർമിഷൻ ക്യാൻ ബി അലൗഡ് on that file. അതാണ് ആക്സസ് കൺട്രോൾ മൊഡ്യൂൾ ചെയ്യുന്നത്. ഫയൽ ആക്സസ് മൊഡ്യൂൾസ് actually deals with read or write file data. Now block module, it accesses and allocates disk blocks related with storage. Now device module performs the disk IO, input output and buffering. അപ്പം ഈ 6 മൊഡ്യൂൾസ് ആണ് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം മൊഡ്യൂൾസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇത് ഓരോന്ന് എന്താണെന്ന് അതിൻ്റെ റൈറ്റിൽ ഇറ്റ് ഇസ് പോയിൻറ്റഡ് ഔട്ട്. ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇതൊക്കെയാണ്. നമ്മളൊരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻറ്റ്സ് ആയിട്ട് പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഇപ്പോൾ ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് കൊടുക്കുമ്പം ക്ലയൻറ്റിന് ഫയൽ എവിടെയാണെന്നൊന്നും അറിയില്ല. ഇറ്റ്സ് ലൊക്കേഷൻ ട്രാൻസ്പെറൻറ്റ്. ക്ലയൻറ്റ് റിക്വസ്റ്റ് ഇസ് സാറ്റിസ്ഫൈഡ്, റൈറ്റ്? ക്ലയൻറ്റ് ഇസ് റിക്വസ്റ്റിംഗ് ഫോർ സംതിങ് ആൻഡ് ദറ്റ് റിക്വസ്റ്റ് ഗെറ്റ് സാറ്റിസ്ഫൈഡ്. അപ്പം ഇറ്റ്സ് ലൊക്കേഷൻ ട്രാൻസ്പെറൻറ്റ്,
ആക്സസ് ട്രാൻസ്പെറൻസി, എവിടേക്കാണ് ആക്സസ് പോകണമെന്നൊന്നും ദ ക്ലയൻറ്റ് ഇസ് അൺഅവെയർ ഓഫ് ഓൾ ദീസ് തിങ്സ്. അപ്പം ട്രാൻസ്പെറൻസി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാവണം ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം ഡിസൈൻ ചെയ്യുമ്പം നിർബന്ധമാണത്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഹെട്രോജനിറ്റി. മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് സിസ്റ്റംസ് ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ഇൻ എ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. അപ്പം അവരുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാന്നുള്ളത് ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റത്തിൻ്റെയും റിക്വയർമെൻ്റ് ആണ്. പിന്നെ കൺകറൻറ്റ് ഫയൽ അപ്ഡേറ്റ്സ്. യു മൈറ്റ് ഹവ് സീൻ, നമ്മൾ ഒരു ക്ലയൻറ്റ് ഒരു ഫയൽ നമ്മളൊരു ഡാറ്റ റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അറ്റ് ദ സെയിം ടൈം another client may be trying to update it, but both of them is unaware of their they actually believe that it is I am the owner of the file right now. They don't know that somebody else is accessing the file. So ആ ഒരു impression അവർക്ക് കൊടുക്കുന്നത് by proper concurrency control using mutual exclusion, semaphores ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് in operating system how concurrency control can be done. Now fault tolerance. What is fault tolerance? ഒരു എറേഴ്സ് വന്നു കഴിഞ്ഞാൽ ഇറ്റ്സ് ഇൻ എ ഫയൽ സിസ്റ്റം ദ ഫോൾട്ട് ടോളറൻസ് എന്ന് പറയുന്നത് എപ്പോഴെങ്കിലും ഒരു ക്ലയൻറ്റോ സെർവറോ ഫെയിലിയർ വന്നു കഴിഞ്ഞാലും എവറിത്തിങ് ഷുഡ് ഹാപ്പൻ ഇൻ എ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. അതായത് ആ ഒരു ഫെയിലിയർ ഒരു വലിയ ഫെയിലിയർ ആയിട്ട് മാറാൻ പാടില്ല. അപ്പോൾ അതൊരു ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻ്റ് ആണ്. കൺസിസ്റ്റൻസി ഷുഡ് ബി മെയിൻറ്റെയിൻഡ് when you have a concurrent update. Now security, proper security, files in a proper protection venam. Unauthorized access to the file should not be given. Provide access control mechanisms based on the use of access control list. Only those who are permitted should be able to access that. അപ്പോൾ security ensure ചെയ്യണം. പിന്നെ performance wise it should ensure maximum performance and improve the efficiency of file system. So ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻറ്റ്സ് ആയിട്ട് പഠിച്ചതാണ്. ഇവിടെ ഇപ്പോൾ ഇത് ഫയൽ സിസ്റ്റത്തിൻ്റെ റിക്വയർമെൻറ്റ്സ്, ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം. അപ്പം വി എക്സ്പ്ലെയിൻ എവറിത്തിങ് ഇൻ ടേംസ് ഓഫ് ഫയൽ സിസ്റ്റം അഗെയിൻ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ അവിടെ കൊടുക്കാഞ്ഞത്. ഓൾറെഡി ഇറ്റ് ഇസ് ഡിസ്കസ്ഡ് ഇൻ ദ ഫസ്റ്റ് മൊഡ്യൂൾ. Now this is a file service architecture. Okay, as I told you, the client server communication ആണ് അവിടെ നടക്കുന്നത്. ക്ലയൻറ്റ് റിമോട്ട് സെർവറിലേക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കുകയാണ് for a file. It will get back the needed file, or it will be able to write something to that file or remove the file, whatever it is. So you can see the components of a client computer are application program which is sending the request or which needs a file. അതാണ് അതിൻ്റെ റിക്വസ്റ്റ്. ആ റിക്വസ്റ്റ് മാനേജ് ചെയ്യുന്ന മൊഡ്യൂളാണ് ക്ലയൻറ്റ് മൊഡ്യൂൾ. ക്ലയൻറ്റ് മൊഡ്യൂൾ ഇസ് ഗോയിങ് ടു മാനേജ് ദ റിക്വസ്റ്റ് ഫോർ ഫയൽസ് ഫ്രം ദ ആപ്ലിക്കേഷൻ പ്രോഗ്രാം. Now on the server computer you can see the directory service and there is something called as a flat file service, right? അപ്പോൾ ഈ ഡയറക്ടറി സർവീസ് എന്താ, ഫ്ലാറ്റ് ഫയൽ സർവീസ് എന്താ നമുക്ക് നോക്കണം. ഈ ഫ്ലാറ്റ് ഫയൽ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ഒരു ഫയൽ സർവീസ് ആണ് വിച്ച് വെനെവർ എ ഫയൽ ഇസ് ക്രിയേറ്റഡ്, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുമ്പം അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിഫോം ഐഡൻറ്റിഫയർ, ഫയൽ ഐഡൻറ്റിഫയർ UFID എന്ന് നമ്മൾ പറയും. UFIDയും കൂടി കറസ്പോണ്ടിങ് ആയിട്ട് ക്രിയേറ്റഡ് ആവും. അപ്പം ഫ്ലാറ്റ് ഫയൽ സർവീസിൽ എന്ന് പറയുന്നത് ഒരു ഫയലിനെ ക്രിയേറ്റ് ചെയ്യുക, അതിൻ്റെ ഓട്ടോമാറ്റിക്കലി അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു യുണീക്ക് ഫയൽ ഐഡൻറ്റിഫയർ UFID will be created. And it is concerned with implementing operations on the contents of files. Flat file service is mainly concerned with implementing the operations on the contents of the file. അതായത് ഏതൊക്കെയാണ് contents of the file? ഓപ്പറേഷൻസ് റീഡ് ചെയ്യാൻ പറ്റും, ഒരു ഫയലിൻ്റെ കണ്ടൻസ് റൈറ്റ് ചെയ്യാൻ പറ്റും, ഫയലിൻ്റെ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ് എന്താ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, വി ക്യാൻ സെറ്റ് ദ ഫയൽ ആട്രിബ്യൂട്ട്സ്. All these related to the contents of the file can be done by the flat file service. ഇനി whenever a UFID is generated, ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു, അതിനൊരു യുണീക്ക് ഐഡൻറ്റിഫയർ ഇസ് created. ആ യുണീക്ക് ഐഡൻറ്റിഫയർ will be given to the directory service, and the directory service actually provides a mapping between the text names for file and their UFID. ഒരു പെർട്ടിക്കുലർ ഫയൽ നെയിമും അതിൻ്റെ ഐഡിയും വെച്ചിട്ടുള്ളൊരു മാപ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന ആളാരാണ്? ഇറ്റ്സ് എ ഡയറക്ടറി സർവീസ്. ഓക്കെ, that's how the directory service works. പിന്നെ suppose a request from the client module goes for a particular file, the request go to the directory service and a particular file എന്നുള്ള റിക്വസ്റ്റ് വന്നു, അതിൻ്റെ നെയിമും അതിൻ്റെ പെർട്ടിക്കുലർ UFID നോക്കിയിട്ട് അതിനെ എവിടെയാണുള്ളതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യും, where it is located, and that
file can be accessed by the client if it is got the access permission on the file. Okay. അപ്പം ഈ 3 മൊഡ്യൂൾസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫയൽ സർവീസ് ആർക്കിടെക്ചറിൽ പഠിക്കേണ്ടത്. ക്ലയൻറ്റ് മൊഡ്യൂൾ വിച്ച് ഇസ് മാനേജിങ് ദ റിക്വസ്റ്റ് ഫ്രം ദ റിക്വസ്റ്റ് ഫോർ എ ഫയൽ ഫ്രം ദ ക്ലയൻറ്റ് കമ്പ്യൂട്ടർ. സെർവർ കൺസിസ്റ്റ് ഓഫ് ഡയറക്ടറി സർവീസസ് ആൻഡ് ഫ്ലാറ്റ് ഫയൽ സർവീസ്. അപ്പോൾ ഫ്ലാറ്റ് ഫയൽ സർവീസ് ഞാൻ പറഞ്ഞു ഫയൽസിൻ്റെ കണ്ടൻസിൻ്റെ മുകളിലുള്ള ഓപ്പറേഷൻസ് മാനേജ് ചെയ്യുന്ന ആളാണ്. ഫയൽസിൻ്റെ കണ്ടൻസിൻ്റെ മുകളിൽ നമ്മൾ മാനേജ് ചെയ്യുന്ന ഓപ്പറേഷൻസിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ നമുക്കിവിടെ കാണാം. ഫ്ലാറ്റ് ഫയൽ സർവീസ് ഇസ് കൺസേൺഡ് വിത്ത് ഇംപ്ലിമെൻറ്റിംഗ് ഓപ്പറേഷൻസ് ഓൺ ദ കണ്ടൻസ് ഓഫ് the file. When a flat file service receives a request to create a file, there is a ഇതാണ് ഫയൽ സർവീസ് ഫ്ലാറ്റ് ഫയൽ സർവീസ് ഓപ്പറേഷൻസ്. അപ്പോൾ ഇത് പേരിൽ നിന്ന് തന്നെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വളരെ ക്ലിയർ ആവും. ക്രിയേറ്റ് ഇസ് ആക്ച്വലി ഫോർ ക്രിയേറ്റിംഗ് എ ഫയൽ. As soon as a file is created, it generates a unique file identifier and returns the UFID to the person or the client who has requested it. Okay, creates a new file, ഇവിടെ എഴുതിയിട്ടുണ്ട്, creates a new file and delivers a UFID for it. Now whatever operation can be performed on the contents of a file, reading can be performed, you can perform writing, you can delete a file, remove the file from the file store, you can return the file attributes, features of the file. All these operations can be performed using the flat file service. ഇത്രയാണ് ഓപ്പറേഷൻസ് ഫ്ലാറ്റ് ഫയൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി സപ്പോസ് ഫയൽ ഇസ് ബീങ് ഡിലീറ്റഡ് ഫ്രം ദ ഫയൽ സ്റ്റോർ. അപ്പോൾ അതിൻ്റെ പെർട്ടിക്കുലർ UFIDയും റിമൂവ്ഡ് ആവണം. ആൻഡ് ദാറ്റ് ഇൻഫർമേഷൻ ഷുഡ് ബി പാസ്ഡ് ടു ദ ഡയറക്ടറി സർവീസ്. സോ ഈ ഡെഫിനിഷൻസ് ആണ് ഞാൻ ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. ഡയറക്ടറി സർവീസ് പ്രൊവൈഡ്സ് എ മാപ്പിംഗ് ബിറ്റ്വീൻ ദ നെയിംസ് ഫോർ ഫയൽസ് ആൻഡ് ദെയർ യുണീക് ഫയൽ ഐഡൻറ്റിഫയേഴ്സ് ഓർ UFIDs. Clients may obtain the UFID of a file by quoting its text name to the directory service. Directly clientsന് ഒരു നെയിം മാത്രം, ഫയലിൻ്റെ നെയിം മാത്രം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആ മാപ്പിംഗ് ബിറ്റ്വീൻ ദ നെയിം ആൻഡ് ദ ഐഡൻറ്റിഫയർ ചെയ്യുന്ന ആൾ ഡയറക്ടറി സർവീസാണ്. ഇപ്പോൾ ക്ലയൻസിൽ നിന്ന് ഒരു റിക്വസ്റ്റ് പോകുമ്പോൾ ഡയറക്ടറി സർവീസിലേക്കാണ് റിക്വസ്റ്റ് പോകുന്നത്. ഫയൽ നെയിം ആയിരിക്കും, പെർട്ടിക്കുലർ ഫയൽ വേണമെന്നുള്ള ഒരു പേരായിരിക്കും കൊടുക്കുന്നത്. അതിൻ്റെ കറക്റ്റ് ID ഏതാണെന്നുള്ള ഡയറക്ടറി സർവീസ് മാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ദെൻ ദാറ്റ് ഫയൽ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദ റെപ്പോസിറ്ററി ഓർ വെറെവർ ഇറ്റ് ഈസ് ലൊക്കേറ്റഡ്. ഓക്കെ, സോ ഡയറക്ടറി സർവീസസിൽ കുറേ ഓപ്പറേഷൻസ് ഉണ്ട്. ഫ്ലാറ്റ് ഫയൽ സർവീസിൽ ഇത്രയും ഓപ്പറേഷൻസ് മിനിമം നിങ്ങൾ പഠിക്കുക. ഓക്കെ, ക്രിയേഷൻ, എവറിത്തിങ് റിലേറ്റഡ് വിത്ത് ദ ആക്സസിങ് ഓഫ് ദ കണ്ടൻസ് ഓഫ് ദ ഫയൽ, ഓൾ ഓപ്പറേഷൻസ്. അപ്പം റീഡ് ഓപ്പറേഷൻ, റൈറ്റ് ഓപ്പറേഷൻ or create operation, delete operation, all these operations are described in flat file service. ഇനി ഡയറക്ടറി സർവീസിൽ എന്ന് പറഞ്ഞാൽ ഒരു ഫയൽ എവിടെയാണെന്ന് ലൊക്കേറ്റ് ദ ടെക്സ്റ്റ് നെയിം ഇൻ ദ ഡയറക്ടറി ആൻഡ് റിട്ടേൺസ് ദ പെർട്ടിക്കുലർ UFID. സെർച്ചിങ് ആണ് ആക്ച്വലി ലുക്കപ്പ് എന്ന ഓപ്പറേഷൻ ചെയ്യുന്നത്. ഡയറക്ടറി സർവീസ് ഓപ്പറേഷൻസിൽ ലുക്കപ്പ് ചെയ്യുന്നത് ഇറ്റ്സ് സെർച്ചിങ് ഫോർ എ ഫയൽ. If a name is or file is not in the directory, add it to the name is not in the directory, adds that particular name or file to the directory and updates the file attribute. അതാണ് add name ചെയ്യുന്നത്. Unname എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ suppose a file is being deleted from the file store, that information is the name passed to the directory service and remove that entry from the directory service. Now get names എന്ന് പറഞ്ഞൊരു ഓപ്പറേഷനും കൂടി ഉണ്ട്. It returns all the text names in the directory that match the regular expression pattern. ഒരു പെർട്ടിക്കുലർ പാറ്റേൺ വെച്ചിട്ട് ഇന്ന ഫയലിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു ഓപ്പറേഷനാണ് ഇൻ ദ ഡയറക്ടറി, ദാറ്റ് ഈസ് ഗെറ്റ് നെയിംസ്. അപ്പം ഇത്രയും ഓപ്പറേഷൻസ് ആണ് ഡയറക്ടറി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ.